ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 5.3 സെക്ഷനിലെ പ്ലാറ്റോണിക് ബോഡീസിൻ്റെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു പോളിഹെഡ്രൻ. നിങ്ങൾക്ക് പോളിഗൺ എന്താണെന്ന് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇതൊക്കെയാണ് പോളിഗൺസിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഈ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ജോമെട്രിക്കൽ ഒബ്ജക്ട്സ് ആണ്, ജോമെട്രിക്കൽ ഷേപ്സ് ആണ്. ഇതിനെ 3 ഡയമെൻഷനിലോട്ട് ജനറലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പോളിഹെഡ്രൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പോളിഹെഡ്രന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ക്യൂബ്, ടെട്രാഹെഡ്രൻ, ഒക്ടാഹെഡ്രൻ, ഇതൊക്കെ പ്രിസം, ഇതൊക്കെ പോളിഹെഡ്രൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പോളിഹെഡ്രന്റെ ഓരോ ഫേസുകളും പോളിഗൺസ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ക്യൂബ് എടുത്താൽ നിങ്ങൾക്കറിയാം, ക്യൂബിന്റെ ഓരോ ഫേസും സ്ക്വയറുകളല്ലേ? ഓക്കെ, അപ്പം ഏതാണ് പോളിഹെഡ്രൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് കോൺവെക്സ് പോളിഹെഡ്രൻ? കോൺവെക്സ് പോളിഹെഡ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ക്യൂബ് എടുക്കുവാണ് നമ്മൾ. ഈ ക്യൂബിനുള്ളിലുള്ള ഏത് 2 പോയിന്റ്സ് എടുത്താലും ആ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ ക്യൂബിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുമെന്ന് നമുക്ക് പറയത്തില്ലേ? അതായത് ഫോർ എക്സാമ്പിൾ, ഈ അതായത് ഒരു പോളിഹെഡ്രൻ കോൺവെക്സ് ആകണമെങ്കിൽ അതിലെ ഏത് 2 ഇന്റീരിയർ പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അതിന്റെ ആ പോളിഹെഡ്രന്റെ അകത്ത് തന്നെ കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഒരു പോളിഹെഡ്രന്റെ ഇന്റീരിയർ പോർഷനിൽ ഏത് 2 പോയിന്റ്സ് എടുത്താലും അവരെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ പോളിഹെഡ്രന്റെ അകത്ത് തന്നെ ഉള്ളതായിരിക്കണം. ആ സ്ട്രെയിറ്റ് ലൈനും പോളിഹെഡ്രന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഏത് 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺവെക്സ് പോളിഹെഡ്രൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പോളിഹെഡ്രൻ എടുക്കുക. ഇതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ട് വിചാരിക്കുക. ഓക്കെ, ഒരു വിൻഡോ ഫ്രെയിം, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് ഒരു വിൻഡോ ഫ്രെയിം. അപ്പൊ നോക്കിയേ, വിൻഡോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പോർഷൻ ഹോളോ സ്പേസ് ആണ്. അതായത് നടുക്കത്തെ പോർഷനിലൊന്നുമില്ല. നമ്മളുടെ സോളിഡ് എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇത് തമ്മിൽ ജോയിൻ ചെയ്തുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്തായാലും ഈ വെളിയിൽ കൂടെ വരില്ലേ? ഓക്കെ, ഈ പോളിഹെഡ്രൻ അല്ലെങ്കിൽ ഈ സോളിഡിന്റെ ഇന്റീരിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 ചുറ്റുമാണ്. ഓക്കെ, അപ്പം ഈ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്തായാലും ഈ സോളിഡിന്റെ വെളിയിൽ കൂടെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത് നോട്ട് കോൺവെക്സ്. അല്ലെങ്കിൽ ഇവിടെ 2 പോയിന്റ്സ് എടുത്താലും മതി. ഈ 2 പോയിന്റ്സ് എടുത്താലും ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്തായാലും ഈ അകത്തുള്ള പോർഷൻ സോളിഡിന്റെ ഭാഗമല്ല. അപ്പൊ സോളിഡിന്റെ വെളിയിൽ കൂടെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നത് അല്ലെ? അതേസമയം ക്യൂബ് അങ്ങനെയല്ല. ഇവിടെ ഏത് 2 പോയിന്റ്സ് എടുത്താലും ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ ക്യൂബിനുള്ളിൽ തന്നെ കിടക്കും. ഓക്കെ, അപ്പൊ ഇതൊരു കോൺവെക്സ് പോളിഹെഡ്രന്റെ എക്സാമ്പിൾ ആണ് ക്യൂബ്. ഇത് കോൺവെക്സ് ആണ്, ബട്ട് ദിസ് ഈസ് നോട്ട് കോൺവെക്സ്. ഓക്കെ, വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതൊരു സോളിഡ് ആയിട്ട് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ട് വിചാരിക്കുക. ഇവിടെ ഒരു പോയിന്റ് എടുത്തു ഞാൻ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എന്തായാലും ഈ സോളിഡിന്റെ വെളിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഇതും കോൺവെക്സ് അല്ല. ഓക്കെ, അപ്പം കോൺവെക്സ് പോളിഹെഡ്രൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിപ്പോ പറഞ്ഞതിന് കാരണം ഈ കോൺവെക്സ് പോളിഹെഡ്രനെ നമ്മളൊരു ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ പോളിഗൺസിന് വെർട്ടിസസും എഡ്ജസും ഉണ്ടല്ലോ. ഇത് ഇപ്പൊ ക്യൂബിനെ നോക്കുവാണെങ്കിൽ ഇത് ഓരോ വെർട്ടെക്സുകളാണ് അല്ലെ? ഓക്കെ, ഈ വെർട്ടെക്സിനെ നമ്മൾ ഗ്രാഫിലെ വെർട്ടിസസ് ആയിട്ട് വരയ്ക്കണം. ഇനി എഡ്ജ് ഉണ്ടല്ലോ, ഈ 2 വെർട്ടിസസ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതാണ് എഡ്ജുകൾ എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ ഗ്രാഫിലെ എഡ്ജസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോൺവെക്സ് പോളിഗണിനെ നമുക്ക് ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് ഒരു പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ആ കിട്ടുന്ന ഗ്രാഫിനെ നമ്മളൊരു പേരും വിളിക്കാൻ പോവാണ്. പ്ലാനാർ ഗ്രാഫ് മാത്രമല്ല, അതിന് വേറെയും പ്രത്യേകതകളുണ്ട്. ആ കിട്ടുന്ന ഗ്രാഫിനെ നമ്മൾ പോളിഹെഡ്രൽ ഗ്രാഫ് എന്നാണ് പറയുന്നത്. പോളിഹെഡ്രൽ ഗ്രാഫ്.
സോ പോളിഹെഡ്രൽ ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ ഒരു പോളിഹെഡ്രൽ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻഫോർമലി പറയാം, കോൺവെക്സ് പോളിഹെഡ്രന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പോളിഹെഡ്രൽ ഗ്രാഫ്. പക്ഷെ അതുപോരാ, നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ വേണം. എന്താണ് പോളിഹെഡ്രൽ ഗ്രാഫ്? എപ്പോഴാണ് ഒരു ഗ്രാഫിനെ പോളിഹെഡ്രൽ ഗ്രാഫ് എന്ന് പറയുന്നത്? അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ, അതൊരു സിമ്പിൾ ഗ്രാഫ് ആവണം. പോളിഹെഡ്രൽ ഗ്രാഫിന്റെ ഡെഫിനിഷൻ ആണ് സിമ്പിൾ ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം, പിന്നെ പ്ലാനാർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പ്ലാനാർ ആയിരിക്കണം. പിന്നെ ഏത് വേർട്ടെക്സ് എടുത്താലും ആ വേർട്ടെക്സിന്റെ ഡിഗ്രി കുറഞ്ഞത് 3 ആവണം. ഓക്കെ, ഫോർ ഈച്ച് വേർട്ടെക്സ് വി ഇൻ വി ഓഫ് ടി. ആൻഡ് അതുപോലെ തന്നെ ഏത് ഫേസ് എടുത്താലും, പ്ലാനാർ ഗ്രാഫ് ആകുമ്പം ആ ഗ്രാഫിന് ഫേസസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഡിഗ്രി ഓഫ് ഈച്ച് ഫേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. ഫോർ ഓൾ ഫേസ് ഫൈ ഓഫ് ക്യാപിറ്റൽ ഫൈ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെറ്റ് ഓഫ് ഓൾ ഫേസസ് ആണ്. ക്യാപിറ്റൽ വി സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ് എന്ന് പറയുന്നത് പോലെ ക്യാപിറ്റൽ ഫൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫേസസ് ഓഫ് ദ ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഹോൾഡ് ചെയ്താൽ ഒരു ഗ്രാഫിനെ നമ്മൾ പോളിഹെഡ്രൽ ഗ്രാഫ് എന്ന് പറയാം. എന്തൊക്കെയാണ്? ഒന്ന് സിമ്പിൾ, കണക്റ്റഡ്, പ്ലാനർ, ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി കുറഞ്ഞത് 3 വേണം, എല്ലാ ഫേസിന്റെയും ഡിഗ്രി കുറഞ്ഞത് 3 ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പോളിഹെഡ്രൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഒരു തിയറം 5.10 എന്താണെന്ന് നോക്കാം. പി ഒരു കോൺവെക്സ് പോളിഹെഡ്രൻ ആണ്. ആൻഡ് പിയുടെ ഗ്രാഫിനെ ഞാൻ ജി എന്ന് ഡിനോട്ട് ചെയ്തു. സോ അപ്പം ജി എന്ന് പറയുന്നത് എന്ത് ഗ്രാഫ് ആയിരിക്കും? കോൺവെക്സ് പോളിഹെഡ്രന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എല്ലായ്പ്പോഴും ഒരു പോളിഹെഡ്രൽ ഗ്രാഫ് ആയിരിക്കും അല്ലെ. സോ അപ്പൊ ജി എന്ന് പറയുന്നത് ഒരു പോളിഹെഡ്രൽ ഗ്രാഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 നൊട്ടേഷൻസും കൂടെ ഉണ്ട്. ലെറ്റ് വി എൻ ഡിനോട്ട് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ജി ഓഫ് ഡിഗ്രി എൻ. അതായത് ഡിഗ്രി എൻ ആയിട്ടുള്ള ഡിഗ്രി എൻ വരുന്ന എത്ര വേർട്ടിസസ് ഉണ്ട് എന്നുള്ളതാണ് വി എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ വി എൻ എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ് ഹൂസ് ഡിഗ്രി ഈസ് എൻ. ഓക്കെ, അതുപോലെ ലെറ്റ് എഫ് എൻ അപ്പൊ എന്താണെന്ന് ഗസ് ചെയ്യാവോ? നമ്പർ ഓഫ് ഫേസസ് ഓഫ് ഡിഗ്രി എൻ. ഓക്കെ, അപ്പം V3 എന്ന് പറഞ്ഞാൽ 3 ഡിഗ്രിയുള്ള വേർട്ടിസസിന്റെ എണ്ണം. ഓക്കെ, V4 എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രിയുള്ള വേർട്ടിസസിന്റെ എണ്ണം. ഓക്കെ, അതുപോലെ F3, F4 എക്സെട്ര. നൊട്ടേഷൻസ് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് 2 പാർട്ടുകളുണ്ട്. അതിൽ എ പാർട്ട് പറയുന്നത് സം ഓവർ n greater than or equal to 3 NVN is equal to sum over n greater than or equal to 3 NFN is equal to twice the number of edges. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സം എടുക്കുക. സം ഓവർ n greater than or equal to 3 NVN എന്ന് പറഞ്ഞ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. 3 ആവുമ്പോൾ 3 into V3 പ്ലസ് n 4 ആവുമ്പം 4 into V4 പ്ലസ് 5 into V5 പ്ലസ് എക്സെട്ര. ഇനി V3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിഗ്രി ഉള്ള വേർട്ടിസസിന്റെ എണ്ണം. അപ്പൊ സപ്പോസ് 3 ഡിഗ്രി ഉള്ള വേർട്ടിസസ് ഒരു 6 എണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ അതെന്ത് വരും? 3 into 2 പ്ലസ് ഇനി 4 ഡിഗ്രി ഉള്ള വേർട്ടിസസ് ഒന്നുമില്ല, അപ്പൊ ഇത് 0 ആവും. V4 0 ആണ്. 4 ഡിഗ്രി ഉള്ള വേർട്ടിസസ് ഒന്നുമില്ല. ഇനി 5 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് 1 ഉണ്ട്. സോ 5 into 1 പ്ലസ് എക്സെട്ര. ഇങ്ങനെയാ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളിവിടെ ഗ്രാഫിലുള്ള ഓരോ വേർട്ടെക്സിന്റെയും ഡിഗ്രി സം എടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അതായത് ഈ സമ്മ് ഇതിനോട് ഈക്വൽ അല്ലേ? ഡിഗ്രി ഓഫ് ഈച്ച് വേർട്ടെക്സ് വി ഇൻ വി ഓഫ് ജി.
ഗ്രാഫില് ഓരോ വേർട്ടിസസിന്റെയും എല്ലാ വേർട്ടിസസിന്റെയും ഡിഗ്രി സമ്മിനോട് ഈക്വൽ അല്ലേ ഈ സം എന്ന് പറഞ്ഞാൽ ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി വെച്ച് ഇത് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ആണെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പാർട്ട് ഓക്കെ ആയി. ഇനി നമ്മൾ അടുത്തത് എടുക്കുവാണ്, സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 n ഇൻറ്റു Fn. ഇവിടെയും ഈ സമ്മ എന്താണെന്ന് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി ഈ സമ്മ എന്ന് പറഞ്ഞാല് ഓരോ ഫേസുകളുടെയും ഡിഗ്രി സം ചെയ്ത് കിട്ടുന്ന ആ സമ്മല്ലേ അല്ലേ. അപ്പം ഇതിനെ നമുക്ക് സം ഓഫ് ഡി ഓഫ് ഫൈ, ഡിഗ്രി ഓഫ് ഫൈ, വേർ ഫൈ ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഫേസസ്. ഫൈ ഇസ് എ ഫേസ്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഈ സം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാഫിലുള്ള ഓരോ ഫേസുകളുടെയും ഡിഗ്രികളുടെ സമ്മാണ് സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 NFN എന്ന് പറയുന്നത്. ഓക്കെ, കാരണം FN എന്ന് പറയുന്നത് n ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണമാണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു. ഇനിയിപ്പോ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. ഇപ്പൊ ഞാനൊരു ഗ്രാഫ് എടുക്കുക, ഒരു ഗ്രാഫ് എടുക്കുവാണ്. ഈ ഗ്രാഫിന് എത്ര ഫേസസ് ഉണ്ട്? പ്ലാനാർ ഗ്രാഫാണ്. എത്ര ഫേസസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ട് അല്ലെ. 1 ഇത്, 2 ഇത്, 3 എക്സ്റ്റീരിയർ ഫേസ് അല്ലെ. അപ്പൊ ഇനി ഫേസുകളുടെ ഡിഗ്രികളുടെ സം എടുക്കുവാണ് ഞാൻ. ഫേസുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ആ ഫേസിന്റെ ബൗണ്ടറിയിൽ എത്ര എഡ്ജസ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു എഡ്ജ് ഞാൻ എടുക്കുക. ഈ എഡ്ജ് എടുക്കുമ്പം ഈ എഡ്ജ് എത്ര ഫേസുകളുടെ ബൗണ്ടറിയിൽ വരുന്നുണ്ട്? ഈ ഫേസിന്റെ ബൗണ്ടറിയിലും വരുന്നുണ്ട്, അതുപോലെ എക്സ്റ്റീരിയർ ഫേസിന്റെ ബൗണ്ടറിയിലും വരുന്നുണ്ട് അല്ലെ. അപ്പം ഈ എഡ്ജിനെ, ഈ എഡ്ജ് ഇ എന്ന് കൊടുക്കാം ഞാൻ. ഈ എഡ്ജിനെ ഞാൻ ഫേസുകളുടെ ഡിഗ്രി സം എടുക്കുമ്പം എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നില്ലേ? കാരണം ഇതിനെ ഞാൻ F1 എന്ന് പേര് കൊടുക്കാം, ഇതിനെ ഞാൻ F2 എന്ന് കൊടുക്കാം, എക്സ്റ്റീരിയർ ഫേസിനെ F3 എന്ന് കൊടുക്കാം. F1ന്റെ ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പം ഇ എന്ന് പറയുന്ന എഡ്ജ് 1 പ്രാവശ്യം വരുന്നുണ്ട്. അതുപോലെ എക്സ്റ്റീരിയർ ഫേസ് F3യുടെ ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പം ഇ എന്ന് പറയുന്ന എഡ്ജ് വീണ്ടും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ എഡ്ജും ഫേസുകളുടെ ഡിഗ്രി സം എടുക്കുമ്പോൾ ഓരോ എഡ്ജും എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്? എക്സാക്ട്ലി 2 ടൈംസ് കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാമല്ലോ നമുക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ എ പാർട്ട്. ഇനി ബി പാർട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് the polyhedron P and so the graph G has at least one face, bounded by a cycle of length n, bounded by a cycle of length n for either n equal to 3, 4 or 5. അതായത് നമ്മുടെ ഗ്രാഫില് 3ഓ 4ഓ 5ഓ ഡിഗ്രി ഉള്ള ഒരു ഫേസ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് ടു പ്രൂവ് 3 ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണം, അതിനെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? F3 എന്നല്ലേ അല്ലേ. ഐദർ F3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ F4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ F5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ 3 ഡിഗ്രി ഉള്ള ഒരു ഫേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 4 ഡിഗ്രി ഉള്ള ഒരു ഫേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 ഡിഗ്രി ഉള്ള ഒരു ഫേസ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് 3ഓ 4ഓ 5ഓ ഡിഗ്രി ഉള്ള ഒരു ഫേസ് എങ്കിലും, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ചിലപ്പോൾ 4 ഡിഗ്രി ഉള്ള ഫേസ് ആയിരിക്കും, 3ഉം 5ഉം ഡിഗ്രി ഉള്ള ഫേസസ് കാണില്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 3ഓ 4ഓ 5ഓ ഡിഗ്രി വരുന്ന ഒരു ഫേസ് എങ്കിലും ഉണ്ടായിരിക്കും ഗ്രാഫിനകത്ത്, ഈ പോളിഹെഡ്രൻ ഗ്രാഫിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ പ്രൂഫിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ കോൺട്രി അസ്യൂം ചെയ്യുവാണ്. എന്താണ് കോൺട്രി? ഗ്രാഫില് ഒരു ഫേസ് പോലും കാണില്ല, ഡിഗ്രി ഈസ് 3, 4, 5. 3, 4, 5 ഡിഗ്രി വരുന്ന ഒരു ഫേസ് പോലും ഇല്ല. അതായത് എന്താണ് നമ്മളുടെ അസംഷൻ? F3, F4,
F5 ഇതെല്ലാം എന്തായിരിക്കും 0 ആണെന്നാണ് നമ്മുടെ അസംഷൻ. F3 എന്താണ്? നമ്പർ ഓഫ് ഫേസസ് ഹാവിംഗ് ഡിഗ്രി 3 ഡിഗ്രി വരുന്ന ഫേസുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ F3ഉം F4ഉം F5ഉം 0 ആണെന്നാണ് നമ്മളുടെ അസംഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ട് എ പാർട്ട് നമ്മൾ എടുക്കാൻ പോവാണ്, അപ്ലൈ ചെയ്യാൻ പോവാണ്. എ പാർട്ടിൽ 2e ഈക്വൽ ടു സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3NFN എന്നുള്ളത് നമുക്ക് എ പാർട്ടി എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്കിവിടെ കിട്ടി F3ഉം F4ഉം F5ഉം 0 ആണല്ലോ. അപ്പൊ ഈ സമ്മില് ആദ്യത്തെ 3 ടേമുകൾ 0 ആണല്ലോ. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6NFN ഇങ്ങനെ എഴുതിയാൽ പോരെ? കാരണം F3, F4, F5 ആദ്യത്തെ 3 ടേമുകൾ ഈ സമ്മിൽ 0 ആണ്. സോ അപ്പൊ അടുത്ത 4ാമത്തെ ടേം മുതൽ എഴുതിയാൽ മതിയല്ലോ. അതാണ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6NFN. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലേ? ഞാൻ ഇവിടുത്തെ n പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് കൊടുക്കാൻ പോവാ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6FN, വേറെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ചെയ്തത് മനസ്സിലായോ? ഈ സമ്മിനകത്തുള്ള n പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് ഞാൻ അപ്ലൈ ചെയ്തു. അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, ഇതിനെ എനിക്ക് 6നെ എനിക്ക് വെളിയിലെടുക്കാം. സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6FN. ഈ സം എന്താണ് ആക്ച്വലി? 6 ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണം പ്ലസ് 7 ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണം പ്ലസ് എക്സെട്ര അല്ലേ? ആക്ച്വലി ഗ്രാഫിലെ ടോട്ടൽ ഫേസുകളുടെ എണ്ണം അല്ലേ ഈ കിടക്കുന്നത്, ഈ സം എന്ന് പറഞ്ഞാൽ. സോ അപ്പൊ ഇതിനെ നമുക്ക് 6 × F എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഗ്രാഫിലെ ടോട്ടൽ ഫേസുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഫേസസ് ആണ് ആക്ച്വലി ഈ സം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ദാറ്റ് ഈസ് 2e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6F എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് F ലെസ് ദാൻ ഓർ ഈക്വൽ ടു E/3 എന്ന് എഴുതാലോ. ഓക്കെ, F ലെസ് ദാൻ ഓർ ഈക്വൽ ടു E/3. ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കാം. വേണമെങ്കിൽ നമുക്കിതിന് ഒരു നമ്പർ ഇനീക്വാളിറ്റി 1 കൊടുത്തേക്കാം. ഇനി അഗെയിൻ ബൈ എ പാർട്ട് യൂസ് ചെയ്യാൻ പോവാണ് ഞാൻ. 2e ഈക്വൽ ടു സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3NVN എന്നുണ്ട് നമ്മുടെ കയ്യിൽ. അഗെയിൻ ഞാൻ ഈ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. n പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളത് ഞാൻ കൊടുക്കാൻ പോവാം. ഓക്കെ, അഗെയിൻ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3യെ എനിക്ക് വെളിയിലെടുക്കാം. സം ഓവർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3VN. ഈ സം എന്താണ്? 3 ഡിഗ്രി ഉള്ള വേർട്ടിസസിന്റെ എണ്ണം പ്ലസ് 4 ഡിഗ്രി ഉള്ള വേർട്ടിസസിന്റെ എണ്ണം പ്ലസ് എക്സെട്ര അല്ലേ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് അല്ലേ ആക്ച്വലി ഈ സം എന്ന് പറഞ്ഞാൽ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 3V. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3V എന്നാണ്. അതിൽ നിന്ന് നമുക്ക് v ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3e എന്ന് കിട്ടി. ഇതൊന്നും നമുക്കൊരു ഇനീക്വാളിറ്റി നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം. ഇനീക്വാളിറ്റി 2. ഓക്കെ, അപ്പൊ ഇനീക്വാളിറ്റീസ് ഒന്ന് സൂക്ഷിച്ചു വെക്കാം. ഞാൻ അടുത്ത പേജിലോട്ട് പോവാണ്. F ലെസ് ദാൻ ഓർ ഈക്വൽ ടു E/3, V ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3E. ഇനി ഓയിലേഴ്സ് ഫോർമുല ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓയിലേഴ്സ് ഫോർമുല എന്താണ് പറയുന്നത്? ഓയിലേഴ്സ് ഫോർമുല n മൈനസ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു 2. ഓയിലേഴ്സ് ഫോർമുല നമ്മുടെ ജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏത് ഗ്രാഫുകൾക്കാണ് ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? പ്ലാനാർ ഗ്രാഫിനാണ് അല്ലേ? അപ്പൊ ഏതൊരു പോളിഹെഡ്രൽ ഗ്രാഫ് എടുത്താലും അത് പ്ലാനാർ ആണല്ലോ. സോ അപ്പോൾ എല്ലാ പോളിഹെഡ്രൽ ഗ്രാഫുകൾക്കും ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നിന്നും ഇ എന്താണെന്നൊന്ന് പറഞ്ഞേ. ഇ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? n പ്ലസ് എഫ് മൈനസ് 2 എന്ന് പറഞ്ഞൂടെ അല്ലെ? ഇനി n പകരം നമ്മൾ നേരത്തെ പേജിൽ കണ്ടു കഴിഞ്ഞു. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. നമ്പർ ഓഫ് വേർട്ടിസസിനെ നമ്മളിവിടെ v എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലെ? v മാറ്റി n ആക്കിയാലും മതി കേട്ടോ. v മാറ്റി n ആക്കിയാലും മതി.
നമ്പർ ഓഫ് വെർട്ടിസസിനെ n എന്ന് കൊടുത്താലും മതി. ടെക്സ്റ്റിൽ E ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടിസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 പ്ലസ് അഗെയിൻ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു E/3 എന്നുള്ളത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി E/3 -2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുത്താൽ 1/3 പ്ലസ് 2/3 പ്ലസ് 1/3 അല്ലേ, -2. ദാറ്റ് ഈസ് E ഇൻറ്റു 1 -2. ദാറ്റ് ഈസ് E -2. അപ്പോൾ ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് നോക്കിയേ, E ആയിരുന്നു. ഇടയ്ക്കുള്ള സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു E -2. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നോ? E ലെസ് ദാൻ ഓർ ഈക്വൽ ടു E -2 വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ. സോ നമ്മുടെ നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. F3, F4, F5 ഒരുമിച്ച് 0 ആവാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആവണം, അതായത് പോസിറ്റീവ് ആവണം. ഓക്കെ, താങ്ക് യു.